going to അമ്പലം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ കോണത്തമ്പ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ശിവക്ഷേത്രമാണ്, അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി എന്നാൽ ലാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണമായിരിക്കുന്നത്. ഇങ്ങോട്ട് കുറച്ച് എഴുന്നേൽത്ത് എല്ലാ ദിവസവും ഉണ്ട്, എഴുന്നേൽത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തോ പടുക്കയുണ്ടല്ലോ കൂടെ, നമ്മളെ എന്തോന്ന് കറക്റ്റ് അതിൻ്റെ പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മളെ കുട്ടയിൽ അരിയും അങ്ങനെ കുറേ ഐറ്റംസായിട്ട് പടുക്ക കൊണ്ട് ഇങ്ങനെ വനിതകൾ പോകും കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കുറേ വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ജക്കാട് ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വണ്ടി എവിടെയും കൊണ്ടിട്ടിട്ട് അപ്പോഴത്തേക്ക് ചാടി കയറാതെ നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി ഇടാനും സ്ഥലം കിട്ടി. അവിടെ നിന്ന് വണ്ടി ഇട്ടിട്ട് നേരെ അമ്പലത്തേക്ക് പോകണം. അപ്പോൾ ഇവരെല്ലാം പോയി, അങ്ങോട്ട് പോയ ആൾക്കാരുണ്ടോ. തിരിച്ച് എത്തി അമ്പലത്തിന് വലത്ത് വിട്ടിട്ട് അമ്പലത്തിനകത്തുകൊണ്ട് ഇതെല്ലാം കൊണ്ട് പ്രദർശനം വെച്ച ശേഷം അവിടെ കൊണ്ട് വെക്കും കേട്ടോ. ഇതാണോ കുടപ്പടുക്ക എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് അറിയാന്നുള്ളത് കമന്റ് ചെയ്യട്ടെ, ഇതിന് എന്താണ് പറയുന്നുള്ളത്. ഏതായാലും ഇവിടെയുള്ളവർക്ക് വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് അറിയായിരിക്കും. ഞാനിത് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് എൻ്റെ കറക്റ്റ് പേര് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വരിവരിയായിട്ട് അവർ കയറുന്നുണ്ട് അമ്പലത്തിലേക്ക്. ഞാനും ധ്യാനം പിന്നെ ലൈറ്റും നല്ല ലൈറ്റും കാര്യമായിട്ട് ഇഷ്ടംപോലെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ അങ്ങ് ഇറങ്ങും കേട്ടോ അമ്പലത്തിൽ. കാരണം കുറച്ച് അധികമായി നേരമായി ഞങ്ങൾ രണ്ടു ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ അപാര കാഴ്ച തന്നെയാണ്. സൂപ്പർ ലൈറ്റും സെറ്റിങ്സൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ വെട്ടത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. അങ്ങനെ വെട്ടത്ത് നിന്ന് വീണ്ടും ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഇറങ്ങാണ്. ഇതാണ് ഫ്രണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഈ വെളി ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇട്ടേ കേട്ടോ. നല്ല രസമുണ്ട്. കാരണം അടുത്ത് നമ്മൾ കാണാനൊക്കെ, ദൂരെ നിന്ന് കാണാൻ ഈ ലൈറ്റും കാര്യങ്ങളും നല്ല രസം. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. നല്ല ലൈറ്റൊക്കെയാണ്. റോഡിലും ഇതുപോലെ കാണാം. ഇതൊക്കെ റോഡിൽ വെച്ചാണ് ലൈറ്റുകളാണ്. റോഡിലും അതുപോലെ നല്ല കളർഫുൾ ലൈറ്റാണ്. പിന്നെ ഒട്ടും മാറിയിട്ടില്ല. ഇത് നേരെ നമ്മുടെ എൻ്റെ സ്വന്തം കൈലാസനാഥൻ്റെ അടുത്താണ്. ഞങ്ങളുടെ എവിടെയാണെന്നറിയാവോ, നമശിവായ നേടി ഈ ഒരു അമ്പലം നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ദർശനാവട്ടം ശ്രീ ആയിരവലി ക്ഷേത്രമാണിത്. അവിടെയും ഉത്സവമാണ്. അപ്പോൾ കൊടിയേറുന്ന ദിവസം ഞങ്ങൾ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കൊടിയേറി വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എനിക്ക് തോന്നിട്ട് കൊടിയേറി ശേഷം ഒരു ദിവസം പോയ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മഹാദേവനെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലൊന്നും കണ്ടാൽ, വീഡിയോയിലൊന്നല്ല, നമുക്ക് നേരിട്ട് പോലും കണ്ടാൽ തന്നെ കൊതി വരുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അന്ന് വൈകുന്നേരം കൈകൊട്ടിക്കളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. തിരുവാതിരയും കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് പോയ 3 പേര് തന്നെ, ഞാനും കുഞ്ഞോളും ലക്കിയും കൂടെ തന്നെയാണ് പോയത്. അപ്പം അവിടെ നിന്നും കളിയും കുറച്ച് കണ്ട ശേഷം ലഘുഭക്ഷണമൊക്കെ ഉണ്ട്. ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ പോകുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇതാണ് ഫുള്ള് വ്യൂ കേട്ടോ. ഇതും വരുന്ന വഴിക്കൊക്കെ ഉണ്ട്. ആ പാറമ്പലം താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ കൈകൊട്ടിക്കളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ താഴെ അമ്പലത്തിൽ ഇവിടെ വന്ന് കണ്ടേക്കാൻ അത്ര ഒരു പാട്ടൊന്നും വലിയ സുഖമില്ലായിരുന്നു കേട്ടോ. എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ നല്ല കളർഫുൾ ആയിരുന്നു. പക്ഷേ സംഭവം പാട്ട് കുറച്ചുകൂടെ ആക്കിയത് കൊള്ളായിരുന്നു കേട്ടോ. ഞങ്ങളിവിടുത്തെ അമ്പലത്തിലൊക്കെ നല്ല സെറ്റ് പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ. ആ തിരുവാതിര തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇവരുടെയും കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അവർ പാട്ടൊന്നും ഒരു ഗുമ്മല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് തിരുവാതിര ടീംസ് കയറി ഒരു 2 പാട്ടോ 3 പാട്ടോ ഒക്കെ ഉണ്ടാകുന്നു തോന്നുന്നു. കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം 9 മണി ആവാറായി. അപ്പം കൂടെ പിള്ളേരൊക്കെ കൊണ്ട് അവരൊക്കെ ഉറക്കത്തിൻ്റെതായിട്ട് മാറി തുടങ്ങി. പിന്നെ വലിയ രസമൊന്നുമില്ല കണ്ടു നിൽക്കാൻ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിരുവാതിര സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ വ്രതം പിടിക്കുന്നുണ്ട്. ഞാൻ ഉറക്കം ഒഴിയാൻ പറ്റില്ല, കാരണം എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ നമ്മൾ ശിവൻകോവിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. ഇന്നലെ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോയതൊക്കെ വീഡിയോ ഇടാം, വഴിയേ ഇടാം. എനിക്ക് ഇനിയിപ്പോൾ ഞാനും കുഞ്ഞോളും കൂടെ അവളും കൂടെ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിലോട്ട് പോയിട്ട് വന്നിട്ട് പിന്നീട് നമ്മൾ സെറ്റാക്കി കൊടുത്ത് പിന്നെ പോകാമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആഹാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. ഓക്കെ, ഓർമ്മ വിശേഷങ്ങൾ കാണിച്ചിട്ടാവേ. അങ്ങനെ ഞങ്ങളുടെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ സ്കൂട്ടി എടുത്തങ്ങ് പോയിട്ട് പിന്നെ വൈകുന്നേരം പോയിട്ട് 11 മണിയാകുമ്പോൾ വീണ്ടും പോകണം ആഹാരം വാങ്ങിക്കാൻ. ആ സമയത്ത് സെറ്റ് സാരി കൊടുത്ത് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ തേക്കാട് ശിവക്ഷേത്രം കേട്ടോ. കഴിഞ്ഞ ശിവരാത്രി ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ അലങ്കാരം കാര്യങ്ങളൊന്നും ഇത്തവണ ഇല്ലായിരുന്നു. പോയിട്ട് വന്ന ശേഷം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ റോഡ് അറിയാലോ, റോഡ് സൈഡിലായതുകൊണ്ട് ഇതുപോലെ ബസ്സും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്. വോയിസ് ഒന്നും ക്ലിയർ ആക്കി കേൾക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് വേണ്ടി വന്നു. 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് വാങ്ങിക്കാൻ പോകും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ് ചോറ് വാങ്ങിക്കാൻ. അപ്പോൾ കുഞ്ഞോക്ക് പണി കിട്ടി. അവൾ കൊച്ചിനെ കൊണ്ട് ഡാൻസിനാക്കാൻ പോയിട്ടപ്പോൾ അവൾ ഒരു നിൽക്കത്തില്ല. അവൾ കരച്ചിലും ബഹളം. പിന്നെ ഞാനും അമ്മയും ധ്യാനോസറും വന്നു കേട്ടോ. വന്നിട്ട് ചോറൊക്കെ വാങ്ങി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ അവിടെ നിന്നപ്പോഴത്തേക്കും ഉച്ചപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് പൂജ കഴിഞ്ഞ ശേഷം നമുക്കുള്ള ആഹാരവും കരുത്തുള്ളൂ അമ്പലത്തിൽ കയറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഫുഡ്. എല്ലാം സെറ്റാക്കി അടച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ചോറ് എല്ലാവർക്കും റെഡി ആയിരിക്കണം. അതിനുശേഷം എന്താ മോര്, ചോറ്, ചമ്മന്തി, അച്ചാറ്,
ഇത് കൂട്ടി നല്ല ഭേഷായി കഴിക്കാൻ കേട്ടോ. 2 പഴവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഭയങ്കര അത് ചോറ് കുറച്ചധികം അളവാണ്. കഴിഞ്ഞ വർഷങ്ങൾ വിചാരിച്ചത് ഇതായിരുന്നു നമ്മളെ ഫുഡ് കേട്ടോ. പിന്നെ നമ്മളവിടെ തറയിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ച് വയറങ്ങ് വീർത്തു കേട്ടോ. കളയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് അളവ് കുറച്ചിടണം എന്നുള്ള പറയണമായിരുന്നു. കഴിഞ്ഞ വർഷമേ നല്ല അളവായിരുന്നു. ഇപ്പോൾ വയറ് വീത്തു ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന് ധ്യാനത്തിന് ഈ വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് സാരിയെ കൊടുത്ത് കെട്ടി ഒരുങ്ങി വന്നില്ല. അപ്പോൾ 2 വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ഉള്ളൂ, എല്ലാവരും എന്നെ തേച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. ഏകദേശം 1 മണി 1:30 2 മണി ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ ഗൈസ്. 2 മണി ആയിട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നിന്നില്ല. ഈ ഒരു പോക്കിൽ അങ്ങ് പോയാൽ അങ്ങ് പോകാമെന്ന് വെച്ചാൽ അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം ഈ പോയിട്ട് എനിക്ക് കുറേ ജോലിയുണ്ട്, തൂക്കണം, വിളക്ക് കഴിക്കണം, അങ്ങനെ കുറേ പരിപാടി. അപ്പോൾ നമ്മൾ ഈ റോഡിൽ കണ്ട് നമ്മൾ പോകുന്നത് കണ്ടിട്ട് വിഷമിച്ച് ഓടി ചോദിച്ചപ്പോഴും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പൊക്കളഞ്ഞ കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് നേരെ രാജകുമാരി കയറി. എനിക്ക് മലക്കറിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഇന്നലെ അങ്ങ് പോയതല്ലേ വീട്ടിൽ. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ട് പോയി അതും കൂടെ വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ധ്യാനോസ് ബൈക്കിൽ നിന്നൊക്കെ എടുത്ത അതിസാഹസികമായി എടുത്ത വീഡിയോ ആണ് കേട്ടോ. 3/4 ഭാഗമൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ മലക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകണം. കാരണം ഇനി ഒരു പ്രാവശ്യം ഇറങ്ങാൻ വയ്യ. ഈ പോണ പോക്കിൽ അങ്ങ് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അത് ഓർമ്മിച്ചുകൊണ്ട് നന്നായി. അപ്പോൾ തന്നെ ഇറങ്ങി വാങ്ങിക്കാൻ പറ്റിയിട്ട് എൻ്റെ സാരിയിൽ ഗൈസ് അവിടെ നിന്ന് കരിയായി. അത് നല്ലപോലെ കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് അമ്പലത്തിലെ എണ്ണയുടെ നിന്ന് കരിയായി ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണ്. ഹലോ, അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ശിവരാത്രി വ്രതം അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുമെന്നറിയാൻ വേണ്ട സൗണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അവിച്ച് കഴിക്കണം. എന്തെങ്കിലും കപ്പയോ മധുരക്കിഴങ്ങോ അങ്ങനെ. ഞാൻ മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് അവിച്ച് കഴിക്കണം. പിന്നെ അതിൽ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ അത് കഴിക്കാം. ചോറ് ഒരു നേരം നമ്മൾ അമ്പലത്തിൽ നിന്നുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഉറങ്ങും. ഞാനന്ന് വെച്ചാൽ ശിവരാത്രിക്ക് ഈ വർഷത്തെ ഞാൻ ഉറങ്ങുകയാണ്. കാരണം നാളെ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാതി വെച്ച് ഇതാക്കുന്നേക്കാളും ഞാൻ നമ്മുടെ തിരുവേണ്ടി ചോദിച്ചപ്പോഴും പറഞ്ഞ് വ്രതം ശിവന് വേണ്ടി, ഭർത്താവിന് വേണ്ടിയിട്ട് അഴിയുക എന്നുള്ളതാണ് ഭർത്താവിന് നല്ലതിന് വേണ്ടിയിട്ട്. നല്ലത് മീൻസ് ആരോഗ്യമൊക്കെ. ഞാനുള്ളിടത്തെ കാര്യമായിട്ട് ചേട്ടന് പേടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കമൊഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. നമുക്ക് ദൈവത്തിന് നമുക്ക് വേണ്ടിയിട്ട് മീൻസ് നമ്മുടെ ഒരു ഐശ്വര്യത്തിൽ ഒരു ശിവരാത്രി വ്രതം എടുക്കുന്നത് നല്ലതാണ്. ശിവനെ ആരാധിക്കുന്ന ആൾക്കാരെല്ലാം എടുക്കുന്നുണ്ട്. വ്രതം നിന്നിട്ട് അമ്പലത്തിൽ പോവുക. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം എനിക്കൊന്ന് ഫുൾഫിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. വിളക്ക് എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിയും. ഇനി ആവി വേവിച്ചിട്ട് നമ്മളതുകൊണ്ട് കഴിക്കുമ്പോൾ വ്രതമൊക്കെ കഴിയും. നമ്മൾ ഇന്ന് ചിക്കനും മീനൊന്നും കഴിക്കത്തില്ല, നാളെ കഴിക്കും നോർമലി പഴയ പോലെ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു കുറച്ച് പരിപാടി കൊണ്ടത് കഴിച്ചുള്ള എൻ്റെ കുട്ടിയാണ് കേട്ടോ. എനിക്ക് മധുരക്കിഴങ്ങ് ചുരണ്ടി തരുന്നത്. നമ്മളിവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. എഴുന്നള്ളതൊക്കെ പോകണം. ഈ മനുഷ്യ ഇവിടെ കിടന്ന് ഉറങ്ങണം. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല ഗൈസ്, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. പക്ഷേ ഇതൊക്കെ പറയാം. നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞു. എൻ്റെ കുറച്ച് ശിങ്കിടികളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അവർക്ക് വേറെ എവിടെ പോയേന്ന് വിളിച്ചു നോക്കട്ടെ. ആരുമില്ല. അപ്പോൾ നടന്നു പോയാലാ? നമുക്ക് പോയാലാ? അപ്പോൾ ഇതും കൂടെ കവിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെ എന്തായാലും ആരും ഇല്ലാന്ന് വിചാരിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ ഗേജ് വിളിച്ചപ്പോൾ നമുക്ക് പോവാടിന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വൈകുന്നേരം വന്ന് തൊഴുന്നതായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ അവിടെയും പോയി തൊഴുകാൻ പറ്റി. ഇവിടെയാണ് അമ്പലത്തിൽ ലാസ്റ്റ് ഉത്സവം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ എഴുന്നള്ളത്ത് കാണുന്നത്. നല്ല എഴുന്നള്ളത്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എഴുന്നള്ളത്ത് വന്നിട്ട് ഞങ്ങൾ ജംഗ്ഷനിൽ വന്ന് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പം സൂപ്പറായിരുന്നു കേട്ടോ. എഴുന്നള്ളത്ത് ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന ചിലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കാണാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം കാണുമ്പോൾ അറിയാമല്ലോ ഇത്രയും ദൂരം നിന്നാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല എഴുന്നള്ളത്തായിരുന്നു കേട്ടോ. കുറേ മാത്രം. കാരണം ഞങ്ങൾ 7:30 പോയി. ഞങ്ങൾ 8 മണിയാകുമ്പോൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഞെക്കാട് ജംഗ്ഷനിൽ വന്നു. പക്ഷേ 8 മണി തൊട്ട് 10 മണി 2 മണിക്കൂർ കാണാൻ വേണ്ടിയുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്ക് കണ്ടല്ലോ. ഇത്രയും ആൾക്കാർക്ക് ഇടയിലാണ് ഞങ്ങൾ ഇത് കാണുന്നത്. അത്രയ്ക്ക് ദൂരെയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എത്ര മണിയായി? 10 മണിയായി. ജോലിയൊന്നുമില്ല, എന്നാലും ചുമ്മാ എങ്കിലും ചെണ്ടിട്ട്
അപ്പോൾ സൂപ്പർ ഉത്സവമാണ്, വിശേഷങ്ങളെല്ലാം ഞാനിവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.